ഇന്ത്യ കോഫി ക്ലൈമറ്റ് റെസിലിയന്റ് ലാൻഡ്സ്കേപ്പ് ICCRL പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യഘട്ടത്തിൽ കർണാടകയിലെ കൊടഗു, ഹസൻ, ചിക്കമംഗളൂരു, കേരളത്തിലെ വയനാട് എന്നിങ്ങനെ 4 പ്രധാന ജില്ലകളിലായി 50,000 ചെറുതോതിലുള്ള കാപ്പി കർഷകരെ പിന്തുണയ്ക്കുകയാണ് ഈ പദ്ധതി. ഇന്ത്യയുടെ മൊത്തം കാപ്പി ഉൽപ്പാദനത്തിലെ 90% ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. കാലാവസ്ഥ മാറ്റം എന്ന വലിയ വെല്ലുവിളിക്ക് മുന്നിൽ ICCRL പുനരുജ്ജീവന കാർഷിക രീതികൾ സ്വീകരിക്കാൻ കാപ്പി കർഷകരെ പ്രാപ്തരാക്കുകയാണ്. ഇത് കാപ്പി കർഷക സമൂഹത്തിന് കൂടുതൽ വരുമാനവും വിളകൾക്ക് പ്രതിരോധശേഷിയും ദീർഘകാല നിലനിൽപ്പും ഉറപ്പാക്കുന്നു. ഈ അതുല്യമായ പദ്ധതി JDE Peets, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, IDH എന്നിവയുടെ സഹകരണത്തോടും ധനസഹായത്തോടും ശക്തമായ പൊതു-സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സിവിൽ സൊസൈറ്റി സംഘടനകളിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. തുടർച്ചയായ പരിശീലനങ്ങളിലൂടെയും ഈ വീഡിയോ പോലുള്ള മാതൃകാ ദൃശ്യങ്ങളിലൂടെയും പുനരുജ്ജീവന കാർഷിക രീതി എളുപ്പത്തിൽ മനസ്സിലാക്കാനും പ്രയോഗിക്കാനും അവരെ സഹായിക്കുന്നു. നമുക്ക് കാപ്പി വളർത്താം പുനരുജ്ജീവനപരമായി. എൻ്റെ പേര് നാരായണൻ. ഞാൻ മാനന്തവാടിയിൽ കുഴിനിലത്ത് ഈ പ്രദേശത്തുള്ളൊരു കാപ്പി കർഷകനാണ്. 25 വർഷമായി കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ട് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. അധികം രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് എൻ്റെ തോട്ടം. കോഫി ബോർഡും അതേപോലെ മാനന്തവാടി കൃഷിഭവനുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ തോട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നിർദ്ദേശാനുസരണമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ICCRL പദ്ധതിയുമായി അതിൻ്റെ ഒരു പ്രോഗ്രാമുമായി ഇവർ എന്നെ സമീപിച്ചത്. അപ്പോൾ ഇവരുടെ ഈ കൂന കമ്പോസ്റ്റ് വളരെ ഫലപ്രദമായി എനിക്ക് തോന്നുകയും ഞാനതിന് ചെയ്യാനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോട്ടം ദൂരെ ആയതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ സ്ലറി എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ബയോഗ്യാസ് സ്ലറി, മണ്ണിര കമ്പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് തോട്ടത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമാകും എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം നിലം വൃത്തിയാക്കണം. എന്നാലും നമുക്കിത് മറിച്ചു കൂട്ടുമ്പോൾ ഇതിനകത്ത് മറ്റ് കളകൾ വരാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് വൃത്തിയാക്കി ഒന്ന് നിരപ്പാക്കിയാൽ നമുക്കിത് കോരിയെടുക്കാനും അതേപോലെ തന്നെ ഇത് ഇളക്കി കൂട്ടാനൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടും. ഇതിന് ആവശ്യമായിരിക്കുന്ന സ്ഥലം ഇത് ഒരുവിധം നിരപ്പായിരിക്കണം. അതേപോലെ വെള്ളം കയറാത്ത ഉയർന്ന പ്രദേശത്താണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്ന സാധനങ്ങളാണ് അത് ഇതിൻ്റെ ഏറ്റവും അടിയിൽ ചകിരിയുടെ ഒരു ലെയറോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ ഒരു ലെയറോ ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചുള്ളിക്കമ്പുകളാണ്. ചുള്ളിക്കമ്പുകൾ വേണം. അതേപോലെ ഉണക്ക ഇലകൾ വേണം, പച്ചില, വൈക്കോല്, അങ്ങനെ എന്തെല്ലാം നമുക്ക് ഉപയോഗശൂന്യമായിരിക്കുന്ന തോട്ടത്തിലുള്ള വാഴയുടെ തടകൾ, അതേപോലെ മറ്റ് ഇലകൾ, ഇതൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഇതൊക്കെ മണ്ണിര കമ്പോസ്റ്റ് ഉള്ളപ്പോൾ നമുക്ക് ഇതെല്ലാം വളമാക്കി മാറ്റിത്തരും. ഏറ്റവും അടിയിലായി ഈ തൊണ്ട് നമുക്ക് വെക്കാം. തൊണ്ട് വെച്ചതിന് ശേഷം വേണം നമുക്ക് തൊണ്ടോ ഇഷ്ടികയോ നമുക്ക് അടിയിൽ വെക്കാം. ഇനി ചുള്ളിക്കമ്പുകളാണ് വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ലെയർ പച്ചില. ഈ പച്ചിലകൾ, വേസ്റ്റ് സാധനങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ജൈവ വസ്തുക്കളൊക്കെ 15 സെൻറ്റിമീറ്റർ കനത്തിലിട്ട് അതിൻ്റെ മുകളിൽ സ്ലറി നമുക്ക് തളിച്ചു കൊടുക്കണം. ഓരോ പാളിക്ക് ശേഷവും
ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലായി ഉണക്കയില, ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ ചെറുതായിട്ട് ഒരു സ്ലറി, വീണ്ടും സ്ലറി ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലായി വൈക്കോലിൻ്റെ ചെറിയൊരു ലെയർ ഇട്ട് കൊടുക്കണം. വൈക്കോൽ ഇട്ടതിന് ശേഷം വൈക്കോലിന് ചെറുതായ ഒരു നനവ് കൊടുക്കണം. ഇതിന് മുകളിലാണ് മണ്ണിര കമ്പോസ്റ്റ് ഇടേണ്ടത്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മണ്ണിരയാണ്. മണ്ണിര കമ്പോസ്റ്റ് ഇതിന് മുകളിൽ മണ്ണിരയെ നമ്മൾ ഇടുകയാണ്. ഇതിന് മുകളിൽ പച്ചിലയുടെ ഒരു ലെയർ ഇടുക. ഇത് 15 സെൻറ്റിമീറ്ററോളം ഇടാം. 15 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് നമുക്ക് ഇവിടത്തേക്ക് ആവശ്യമായിരിക്കുന്നത് മുഴുവൻ ഒരു സ്ഥലത്തായിട്ട് ചെയ്യാം. ഉണക്കയില ഇതിന് മുകളിൽ ഉണക്കയില ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കുക. കമ്പോസ്റ്റിൽ 2% വരെ നൈട്രജൻ, 0.05% ഫോസ്ഫറസ്, 2.5% പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഓരോ വർഷവും ഏക്കറിന് ഏറ്റവും കുറഞ്ഞത് 2 ടൺ വീതം അറബിക്കയ്ക്ക് 5 കിലോയും റോബസ്റ്റയ്ക്ക് 10 കിലോയും വെച്ച് നൽകേണ്ടതാണ്. വീണ്ടും പച്ചില ഇട്ട് മൂടി വയ്ക്കാം. മുകളിൽ കമ്പുള്ളതിട്ടാൽ കാറ്റ് എടുത്തു പോവില്ല. വീണ്ടും സ്ലറി ഒഴിച്ച് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇതിനെ ഒന്ന് കൂമ്പാരം തിരിക്കണം. കൂമ്പാരം തിരിച്ച് ഇതൊന്ന് ഇളക്കി കൂട്ടി വീണ്ടും നനച്ചിട്ടാൽ മതി. നനച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണിര ഇട്ടതുകൊണ്ട് ഒരു 20-22 ദിവസത്തിനകം ഇത് പൂർണ്ണമായും കമ്പോസ്റ്റായി മാറും. ദ്രവിച്ച കാർഷിക മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന പോഷക സമ്പുഷ്ടമായ ജൈവ പദാർത്ഥമാണ് കമ്പോസ്റ്റ്. കമ്പോസ്റ്റിന് രാസവളങ്ങളുടെ ആവശ്യകത ഗണ്യമായി കുറയ്ക്കാനും മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈർപ്പം നിലനിർത്താനും കൃഷിച്ചെലവ് കുറയ്ക്കാനും കഴിയും. ഇതാണ് കമ്പോസ്റ്റ്. മണ്ണിര ഇട്ടതുകൊണ്ട് 20-25 ദിവസം ആകുമ്പോഴേക്ക് ആ കമ്പോസ്റ്റ് ഈ രീതിയിലേക്കായി മാറും. അങ്ങനെ ഇതിനകത്ത് 2% നൈട്രജൻ, പിന്നെ ഫോസ്ഫറസ്, പൊട്ടാഷ് ഇവയൊക്കെ ഇതിലുണ്ടാവും. ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഈ ഷവറുകൾ, ചുറ്റുമുള്ള ഷവറുകൾ ഇതിൻ്റെ ചോട്ടിലേക്ക് വലിച്ച് കൂട്ടിക്കൊടുക്കണം. ഇനി നല്ല മഴ വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ യൂറിറ്റ് ഓഫ് പൊട്ടാഷ്, മസൂറി, യൂറിയ, പൊട്ടാഷ് ഇവ ചേർത്തിട്ട് ഇതിൻ്റെ ചുറ്റുമിട്ട് ഒരു ചെറിയ ലെയർ കൂടി ഇതിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കാപ്പിയുടെ ഒരു വർഷത്തെ പണികൾ ഏകദേശം പൂർത്തിയായി. നമുക്ക് കാപ്പി സുസ്ഥിരമായി വളർത്താം. വരും തലമുറയ്ക്ക് നമുക്ക് മണ്ണ് സുരക്ഷിതമായി നമുക്ക് കൈമാറുകയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഈ കമ്പോസ്റ്റിംഗ് രീതി വളരെ ചിലവ് കുറഞ്ഞതും അതേപോലെ പ്രകൃതി സൗഹൃദവുമാണ്. നമ്മുടെ വേസ്റ്റ് ആകുന്ന സാധനങ്ങളെല്ലാം തന്നെ സ്വരുക്കൂട്ടി നമുക്ക് നല്ല രീതിയിൽ ഈ കമ്പോസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മളുടെ മണ്ണിനെ ജൈവമാക്കി നിലനിർത്തുന്നതിനും വരും തലമുറയ്ക്ക് നമുക്ക് ഈ മണ്ണിനെയും അതേപോലെ തന്നെ ഈ കൃഷിയെയും, കാപ്പി കൃഷിയെയും നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറുന്നതിനും വളരെയേറെ നല്ല ഒരു പദ്ധതിയാണ്. എല്ലാ കാപ്പി കർഷകരും ഇത് അവലംബിക്കുകയും അതനുസരിച്ച് ഈ കമ്പോസ്റ്റ് രീതിയും ഈ രീതിയിലുള്ള ഇവരുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളും ഈ കൃഷി രീതിയിലേക്ക് വരണം. നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് എല്ലാവരും, ഈ കാപ്പി കർഷകർ എല്ലാവരും തന്നെ ഒന്ന് കൈകോർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.
എൻ്റെ പേര് ഷില്ലി ജെയിംസ്. ഞാൻ വയനാട് ജില്ലയിലെ കോളവേൽ പ്രദേശത്തുള്ള ഒരു കാപ്പി കർഷകയാണ്. എനിക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. 10-20 വർഷമായിട്ട് ഞാൻ കാപ്പി കൃഷി ചെയ്തു വരുന്നു. ഇന്ന് എൻ്റെ തോട്ടത്തിൽ എങ്ങനെ തണൽ മരങ്ങൾ നടാമെന്നതിനെപ്പറ്റി ഞാൻ പരിചയപ്പെടുത്താം. തണൽ മരങ്ങൾ ഗുണനിലവാരമുള്ള കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിനും ജൈവ വൈവിധ്യവും ഈർപ്പവും നിലനിർത്തി തോട്ടം സംരക്ഷിക്കുന്നതിന് തണൽ മരങ്ങൾ അത്യാവശ്യമാണ്. അത് എങ്ങനെയാണ് നടുന്നതെന്നതിനെപ്പറ്റി ഞാൻ കാണിച്ചു തരാം. സാധാരണയായി മൺസൂൺ മെയ് ജൂൺ മാസങ്ങളിലാണ് തൈകൾ നടുന്നത്. 1.5 അടി നീളവും 1.5 അടി വീതിയും ഉള്ള കുഴികളെടുത്ത് ജൈവവും കമ്പോസ്റ്റുകളും നിറച്ച് തൈ നടണം. കാപ്പിത്തോട്ടങ്ങളിൽ തണൽ മരങ്ങൾ നടുന്നത് വഴി മണ്ണിൻ്റെ താപനില നിയന്ത്രിക്കുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. കാപ്പിച്ചെടിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഉണ്ടാകുവാനും ഇലകൾക്ക് ഇലകരിച്ചിൽ തടയുന്നതിനും മണ്ണിൻ്റെ ഫലപുഷ്ടി മെച്ചപ്പെടുത്തുന്നതിനും മണ്ണിൻ്റെ കാർബൺ വർദ്ധിപ്പിക്കുന്നതിനും തണൽമരങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മാണുക്കളെ പിന്തുണയ്ക്കുന്നതിനും തണൽമരങ്ങൾ കീടനിയന്ത്രണത്തിന് സഹായിക്കുവാനും ഗുണനിലവാരമുള്ള കാപ്പി ഉൽപ്പാദിപ്പിക്കാനും തണൽമരങ്ങൾ നമുക്ക് കൂടിയേ തീരുള്ളൂ. കാപ്പി കൃഷിക്ക് തണൽമരങ്ങളായി നാടനിനത്തിൽപ്പെട്ട മാവ്, പ്ലാവ്, ചീമക്കൊന്ന, ചീമമുരിക്ക് തുടങ്ങിയ മരങ്ങൾ നടാവുന്നതാണ്. ജലസേചനം ഇല്ലാത്ത റോബസ്റ്റ കാപ്പിക്ക് 40% മുതൽ 50% വരെയും ജലസേചനം ഉള്ളിടത്ത് 30 മുതൽ 40% വരെയും തണൽമരങ്ങൾ ആവശ്യമുണ്ട്. അതിനാൽ റോബസ്റ്റ കാപ്പിക്ക് കുറഞ്ഞത് ഒരു നിരയെങ്കിലും തണൽമരങ്ങൾ നടേണ്ടതാണ്. തണൽമരങ്ങൾ നടുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. ഈ രീതി സ്വീകരിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും എല്ലാ കർഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് സിദ്ദീഖ്. ഞാൻ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ കാപ്പി കർഷകനാണ്. 5 ഏക്കർ ഭൂമിയുണ്ട്. ICCRL പദ്ധതിയുടെ പുനർജീവന കൃഷിരീതികൾ തുടർന്നു വരുന്നു. അതിൻ്റെ ഭാഗമായി ആൻഡ് ഇന്ത്യയുടെ തേനീച്ച വളർത്തലിൽ പരിശീലനം ലഭിക്കുകയും അതനുസരിച്ച് കാപ്പി കൃഷിയിൽ നൂതനമായ രീതികൾ ആവിഷ്കരിക്കുകയും അതനുസരിച്ച് ഉൽപാദന വർധനവും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന രീതികൾ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് തേനീച്ചക്കൂട് വെക്കുമ്പോൾ ഈ ഇരുമ്പിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് നിലത്ത് ഭദ്രമായിട്ട് ഉറപ്പിക്കുക. ഒരു ചുറ്റിക ഉപയോഗിച്ച് വേണമെങ്കിൽ അടിച്ച് താഴ്ത്തി വെക്കാവുന്നതാണ്. അതിനുശേഷം പെട്ടി മുകളിലേക്ക് വെക്കുക. ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ പെട്ടി വെക്കുക. എന്നിട്ട് അത് കെട്ടി വെക്കുക കയറുകൊണ്ട്. അല്ലെങ്കിൽ അതിന് ഒരു ഇതുപോലത്തെ ഒരിതുണ്ട്. ഈ പെട്ടീൻ്റെ 2 ഭാഗത്തും ഇതാക്കിയിട്ട് വെക്കുന്ന ഇത് വെക്കുക. അതിനുശേഷം ഈ നടുവിൽ ഉറുമ്പ് കയറാതിരിക്കാൻ വെള്ളം ഒഴിക്കുന്നൊരു സംവിധാനമുണ്ട് ഇവിടെ. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുക. ഉറുമ്പ് കയറാൻ പാടില്ല മുകളിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഇത് പെട്ടി വെച്ചതിന് ശേഷം തണലുള്ള സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് തണലുള്ള സ്ഥലത്ത് മാത്രമേ പെട്ടി വെക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ സ്മോക്കർ, പിന്നെ ഇത് തേനെടുക്കാൻ നേരത്ത് പിന്നെ ഈ മുഖാഭരണം ഇത് കുത്തുന്നതിന് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഈ തേനീച്ച മുഖത്ത് കുത്തുന്നതിനൊക്കെ നല്ലതാണ്. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടിയ സാധനം ഇത് എക്സ്ട്രാക്ടർ. ഇതിനകത്ത് അട ഓരോന്ന് വെക്കുക. ഈ 4 അട വരെ വെക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് തിരിച്ചാൽ മതി. അപ്പം തേൻ താഴത്തേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. പിന്നെ പകൽ സമയത്ത്
പിന്നെ ഇതിൻ്റെ മുകളിൽ അധികം ഇതാക്കാൻ നിൽക്കരുത്. രാത്രി മാത്രമേ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. തേനീച്ചക്കൂടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത് രാത്രി സമയത്ത് മാത്രമേ പാടുള്ളൂ. പിന്നെ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ഇത് നോക്കേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴും വന്നിട്ട് തേനീച്ചനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൃത്യമായിട്ട് വന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മരം വീഴുകയോ അല്ലെങ്കിൽ വേറെ ഉറുമ്പിൻ്റെ ശല്യമോ കാട് കയറിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വന്ന് നോക്കിയാൽ മതി. അല്ലാത്തപ്പം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നോക്കിയാൽ മതി. പിന്നെ ഈ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് നമുക്ക് ശരാശരി ഒരു വർഷത്തിൽ 15 കിലോ, 10 മുതൽ 15 കിലോ വരെ തേൻ കിട്ടും. പിന്നെ ഇത് പൂക്കൾ കുറവോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പൂക്കളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി മാറ്റി വെക്കാം. പിന്നെ നൈറ്റിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ തീരെ അതും ഇല്ലാതെ വളരെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ തേന് ഇത് അഭാവം നേരിടുമ്പോൾ നമ്മൾ പഞ്ചസാര 1:1 ഇതിൽ 1 കിലോ പഞ്ചസാരക്ക് 1 കിലോ വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സോസറിൽ വെച്ച് കൊടുത്താൽ മതി. ഈ മൂടി തുറക്കുക, ഇതിനുള്ളിലൊരു സോസറിൽ വെച്ച് കൊടുക്കുക. അത്രേ ചെയ്യേണ്ടുള്ളൂ. വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഓരോ ഏക്കറിൽ 5 പെട്ടി വീതം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഏതാണ്ട് ഒരു പെട്ടിയും പിന്നെ അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ, സ്മോക്കർ, പിന്നെ ഇത് മുഖാവരണം, എക്സ്ട്രാക്ടർ, ഇതെല്ലാം കൂടി 5000 രൂപ ഒരു പെട്ടിക്ക് ചിലവ് വരുന്നുണ്ട്. പിന്നെ ഇത് വെക്കുന്നതിലൂടെ പിന്നെ ക്രോസ് പരാഗണം വർദ്ധിക്കുകയും 10 മുതൽ 30% വരെ വിളവർധന ഉണ്ടാകുകയും ചെയ്യും. പിന്നെ കൂടാതെ ഇതിൻ്റെ പരിശീലനം ഹാൻഡ് ഇൻ ഹാൻഡ് പിന്നെ ഓർഗനൈസേഷനും കോഫി ബോർഡും അതുപോലെ തന്നെ കൃഷി വകുപ്പും സൗജന്യമായി ആളുകൾക്ക് ഇതിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. തേനീച്ച വളർത്തലിൻ്റെ അതെല്ലാം സൗജന്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. തേനീച്ച കൃഷിയിലൂടെ കാപ്പി ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ശുദ്ധമായ തേൻ ശേഖരിക്കാനും അതുവഴി മികച്ചൊരു വരുമാനം കൂടി ഉണ്ടാക്കാനും സാധിക്കുമെന്നും ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമെന്ന് ഞാൻ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് മുന്നേറാം. നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് എം കെ. മുട്ടൽ പഞ്ചായത്തിൽ കുളവൽ എന്ന സ്ഥലത്ത് 25 വർഷത്തിലധികമായി കാപ്പി കൃഷി ചെയ്യുന്നൊരു ചെറുകിട കൃഷിക്കാരനാണ് ഞാൻ. 5 ഏക്കർ കാപ്പി കൃഷിയുണ്ട് എനിക്ക്. ICCRL പദ്ധതി പ്രകാരം പുനരുജ്ജീവന കാപ്പി കൃഷി തുടരുന്ന ഒരു കൃഷിക്കാരനാണ് ഞാൻ. വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് പരിശോധിച്ച് മണ്ണിൻ്റെ pH ഒക്കെ നോക്കിയിട്ടാണ് വളപ്രയോഗം ചെയ്യുക. അതിൽ കാപ്പി പൂക്കുന്ന ആ പീരീഡിൽ നൈട്രജനാണ്
അല്ലെങ്കിൽ യൂറിയ വളങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യും. പിന്നീട് അതിനു മുമ്പ് pH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുമ്മായമോ ഡോളോമൈറ്റോ എത്ര വേണം എന്ന അളവ് നോക്കി അതിനാവശ്യമായ ഇത് ഞാൻ തോട്ടത്തിൽ വിതറും. പിന്നെ രാസവള പലതവണയായിട്ട് 5 തവണയായിട്ടാണ് ഇപ്പോൾ ഞാൻ തോട്ടത്തിൽ അപ്ലൈ ചെയ്യുന്നത്. കൂടാതെ മെയ് ജൂൺ മാസങ്ങളിൽ ജൈവ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകമോ മറ്റ് ജൈവവളങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. സാധാരണ രാസവളം കൂടുതൽ ഇട്ട് 1-2 തവണ ചെയ്യുന്നതിനായിട്ടും പകരമായിട്ട് 5-6 തവണ ചെയ്യുമ്പോൾ എനിക്കൊരു 20-25% രാസവളം ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. മണ്ണ് പരിശോധിച്ചതിന് ശേഷം നമ്മൾ മണ്ണിൻ്റെ pH നിലവാരം നോക്കിയിട്ട് കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നു. അത് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസം ആരംഭത്തിൽ തന്നെ ഉപയോഗിച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷം മഴ പെയ്യോ അല്ലെങ്കിൽ നനയ്ക്കാനോ പറ്റുമെങ്കിൽ നൈട്രജൻ യൂറിയ വളങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം മെയ് ജൂൺ മാസങ്ങളിൽ NPK വളങ്ങൾ അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സോ അല്ലെങ്കിൽ വേറെ യൂറിയയും പൊട്ടാഷ്യം റോക്ക് ഫോസ്ഫേറ്റും അതിൻ്റെ പേഴ്സൻറ്റേജിൽ അതിലെഴുതിയിരിക്കുന്ന പേഴ്സൻറ്റേജ് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ തൂക്കം ക്രമീകരിച്ച് തോട്ടത്തിൽ കാപ്പി കൃഷിക്കായിട്ട് ഞങ്ങൾ കാപ്പിക്ക് വിതറുന്നു. അത് ചുവട് വൃത്തിയാക്കിയതിന് ശേഷം കാപ്പിച്ചെടിയിൽ നിന്ന് 2 അടി മാറ്റി വിതറി മറ്റേ ചപ്പ് കരികല കൊണ്ടൊക്കെ തട്ടി മൂടുകയും ചെയ്യും. ഇതാണ് മണ്ണ് പരിശോധിച്ചതിന് ശേഷം രാസവള ശുപാർശ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂറിയയും നൈട്രജന് യൂറിയയും പൊട്ടാഷ്യം ഫോസ്ഫറസിന് റോക്ക് ഫോസ്ഫേറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ക്രമാതീതം യൂറിയ 46% 45 കിലോ ചാക്കിന് പറയുന്നത്. അപ്പോൾ ചുരുങ്ങിയത് ഒരു ചാക്കിൽ 22 കിലോ നൈട്രജനാണ് ഒരു ചാക്കിൽ കിട്ടുക. അതേപോലെ പൊട്ടാഷ് 60% അളവ് പറയുന്നത്. 60% പറയുമ്പോൾ നമുക്ക് 30 കിലോ പൊട്ടാഷ് ഇട്ടാലാണ് 60% ആ അളവിലേക്ക് വരും. അതേപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് 18% അല്ലെങ്കിൽ ഒരു ചാക്കിൽ 9 കിലോ ഫോസ്ഫേറ്റ് വളമാണ് വരാറുള്ളത്. അത് മിക്സ് ചെയ്ത മിശ്രിതമാണ് ഇത് കാപ്പിയുടെ ചുവട് വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം 2 അടി വിട്ട് വെതറി കാപ്പിക്ക് നൽകും. ഒരു കാപ്പിക്ക് ഏകദേശം 250 മുതൽ 300 ഗ്രാം വരെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതിനുശേഷം അതിൻ്റെ ചുവട് വകഞ്ഞ് മാറ്റിയിരിക്കുന്ന ചപ്പ് ചവറുകളും കരികില അല്ലെങ്കിൽ ചുവട് മാറ്റിയിരിക്കുന്ന സാധനം കൊണ്ട് തന്നെ തട്ടി ആ വളത്തെ ഞാൻ മൂടുന്നു. ഇങ്ങനെയാണ് ഞാൻ വളപ്രയോഗം നടത്താറ്. പുനരുജ്ജീവന കൃഷി പ്രകാരം ചെയ്യുമ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കാനും വിളവ് കൂടുതൽ ലഭിക്കാനും എനിക്ക് വളരെയേറെ സഹായകമായിട്ടുണ്ട്. ഈ പാത പിന്തുടരാൻ എൻ്റെ സഹകർഷകരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സണ്ണി. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. ഞാൻ 20 വർഷമായിട്ട് കാപ്പി കൃഷി ചെയ്തു വരുന്നു. എനിക്ക് ഏകദേശം 10 ഏക്കറിൻ്റെ അടുത്ത് തോട്ടമുണ്ട്. ഞാൻ വളരെ നന്നായിട്ട് ചെയ്തു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫലപ്രദമായ ജലസംരക്ഷണത്തിന് വേണ്ടി ആവരണ വിളകൾ കൃഷി ചെയ്തുകൊണ്ട് പുതയിടൽ ഒരു നല്ല രീതിയാണ്. ആ രീതി ഞാൻ അവലംബിച്ചു വരുന്നു.
ആ രീതി അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഇൻകവും വർദ്ധിക്കുന്നു. എനിക്ക് അതുപോലെ തന്നെ കാപ്പിയുടെ സുസ്ഥിരമായിട്ടുള്ള വിളവ് വർധനയും കിട്ടുന്നു. ഇത് ഞാൻ എൻ്റെ സഹകർഷകർക്ക് പരിചയപ്പെടുത്തുന്നു ഈ രീതി. ഇതൊരു മികച്ച രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാൻ ഇത് അവലംബിച്ചു വരുന്നു. ഞങ്ങൾ വിത്ത് സ്യൂഡോമോണസിൽ മുക്കിയതിന് ശേഷം ഉണക്കിയിട്ടാണ് ചെടികളുടെ ചൂട്ടിൽ വിതയ്ക്കുന്നത്. സ്യൂഡോമോണസിൽ വിത്ത് മുക്കുന്നതാണ് ഈ രീതി. മൺപയർ, സൺഹമ്പ അങ്ങനെയുള്ള ഇതെല്ലാം ആവരണവിളകൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിനും അതുപോലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നമ്മളിങ്ങനെ ചെയ്തു വരുന്നു. ഇത് മറ്റുള്ള കൃഷിക്കാർക്കും ഇത് അവലംബിക്കാവുന്നൊരു രീതിയാണിത്. നമ്മൾ ഈർപ്പമുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത്. മണ്ണിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ഇത് വേഗം തന്നെ മുളച്ച് ഈ നമ്മുടെ കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ വളർച്ച കിട്ടും. അപ്പോൾ നമ്മൾ മണ്ണിൽ ഈർപ്പമുള്ള സമയത്ത് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മുളച്ച് നല്ല ചെടിയായി മാറും. ആവരണവിളകൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 50% പൂത്ത് കായ്ച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ അന്നേരം വെട്ടി മണ്ണിന് പുതയിട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുകയും ചെയ്യും. തണുപ്പ്, ജലാംശത്തിൻ്റെ ദൗർബല്യം കുറയുകയും ചെയ്യും. നമുക്ക് ജലം എപ്പോഴും തണുപ്പ് നിൽക്കണം മണ്ണിൽ. അതിനുള്ളൊരു നല്ല സംരക്ഷണമാണിത്. ഏകദേശം 1 ഇഞ്ച് ഇതിലെ കട്ടിയിൽ നമ്മളിങ്ങനെ ഉണങ്ങിയ വസ്തുക്കളെല്ലാം അടുപ്പിച്ചിട്ടതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മേളിലാണ് നമ്മൾ പച്ചില നമ്മളിതിൻ്റെ മേളിലിടുന്നത്. അപ്പോൾ ഒരു കമ്പോസ്റ്റായിട്ട് ഇത് നല്ല മണ്ണിന് ഫലപുഷ്ടി കിട്ടുകയും മണ്ണിലെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. ഏറ്റവും നല്ലൊരു പ്രകൃതി സംരക്ഷണത്തിനും കൃഷിയുടെ ഒരു നല്ല സംരക്ഷണത്തിനും ഇതൊരു നല്ല മാർഗമാണ്. ഇത് വിളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള രീതി. ഇതിലിനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിന് ശേഷം നമ്മൾ പച്ചിലകൾ ഇതിൻ്റെ മുകളിൽ ഒരു പുതയിടുന്നു. ഇത് നല്ലൊരു മെത്തേഡാണ്. കുറേ കാലമായിട്ട് ചെയ്തു വരുന്നു ഇങ്ങനെ. ആവരണവിളകൾ, പുതയിടൽ, ഇങ്ങനെയുള്ള മെത്തേഡ് നമുക്ക് ഏറ്റവും ജലസംരക്ഷണത്തിനും പ്രകൃതിയുടെ സംരക്ഷണത്തിനും ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നൊരു നല്ല മെത്തേഡാണ്. ഞാൻ ഇത് കുറേ കാലമായിട്ട് ഇത് ചെയ്തു വരുന്നു. ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞതും അതുപോലെ നമുക്ക് ചെയ്യാവുന്നതുമായ ഒരു മെത്തേഡായതുകൊണ്ട് ഇത് ഞാൻ ചെയ്തു വരുന്നത്. നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. നന്ദി.